ഞങ്ങൾ 20 ദിവസം ഇവിടെ ആട്ടോ താമസിച്ചത്. ഹോസ്റ്റലാന്ന് പറയാൻ പറ്റില്ല, ശരിക്കും വീട് പോലെയാണ്. എല്ലാവരെയും ശരിക്കും മിസ് ചെയ്യും കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ. കുറച്ച് പേരൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. സാരോസ് ലേഡീസ് ഹോസ്റ്റലിലായിരുന്നു നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് സാരോസിലാണ് നിൽക്കുന്നത്. എല്ലാവർക്കും അറിയായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ ആ ബോർഡ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ നമ്മളിന്ന് ഇവിടുന്ന് കിളമ്പാണ്. നമ്മളിന്ന് പോവാനിട്ട് നമ്മൾ കഴിഞ്ഞ കോഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നത്? നമ്മളിന്ന് വലിയമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്നുണ്ട്. ഉണ്ണിച്ചക്കൻ്റെ മമ്മിക്ക് ചേച്ചിക്ക് എന്തോ നല്ലോണം വയ്യാന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റാണ്. അപ്പോൾ ഏട്ടനൊക്കെ കാർ എടുത്തിട്ട് നമ്മുടെ ചുട്ടപ്പനെ എടുത്തിട്ട് തൊടുപുഴയ്ക്ക് വരാമെന്ന് പറഞ്ഞു. നമ്മളിവിടുന്ന് ഒരു ഊബറിൽ അങ്ങോട്ട് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ വയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം, വിഷമാണ്. അപ്പോൾ ചേച്ചിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ലോണം വയ്യാണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് പോട്ടെ എല്ലാവരും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് 2 വീഡിയോ എടുത്തു കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ ഇപ്പം തന്നെ 5:30 കേട്ടോ. ബാഗ് ഓടിക്കുകയാണ്. നമ്മളുടെ റൂം നമ്മൾ കണ്ട ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ട്രോളിയൊക്കെ കൊണ്ടുപോയി. ഇത് പ്രൊമോഷന് നമുക്കൊരു സാധനം വന്നാൽ കേട്ടോ. അവിടെ വന്നത് നമ്മൾ അതിനൊക്കെ പൊട്ടിച്ച് ആകെ അലങ്കോലാക്കി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു തുണി കൊണ്ടേ കെട്ടിയിട്ട് കയറൊന്നും ഇല്ലല്ലോ. ഉണ്ണി അപ്പോൾ ട്രോളിയൊക്കെ വെക്കാൻ വേണ്ടി പോയതാണ്. കണ്ണാടി കൊണ്ടുപോവാം. അപ്പോൾ നമ്മുടെ റൂമിൽ നമ്മുടെ ദിവസം ഇവിടെ എല്ലാവരും മുഖം വാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടി എല്ലാവരും. ശരി, സമയം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിച്ചക്കനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഉണ്ണി ഒരു പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുകയാണ് അവൾ. എന്താ വെച്ചാൽ വിശക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഊബറിന് പിന്നെ നമ്മുടെ ചുട്ടപ്പന്നിക്ക് അവിടേക്ക് വെച്ച് പാർക്കിങ്ങില്ല കേട്ടോ. ഇനി പോകുമ്പോൾ നമുക്ക് അങ്ങനെ പോവാം. കഥകൾ ഇങ്ങനെ പറയുന്നു. അതാട്ടോ ഏട്ടൻ, അവനും താഴത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. ഹൈസിയിലാണ് പറഞ്ഞത്. അവർ ഇത്ര നേരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഏട്ടനും ചേച്ചിയും വന്നിട്ട് കേട്ടോ. ഏട്ടത്തിയമ്മയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി. പുലർച്ചെ 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ചേച്ചിക്ക് പാവം തീരെ വയ്യ. അതിൻ്റേതായിട്ടുള്ള എല്ലാ വിഷമവും എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് വിഷമമാണ് എല്ലാവർക്കും. ബെല്ലടിക്കണ്ട കേട്ടോ. നീ ബെല്ലടിച്ച് എല്ലാത്തിനും ഉണർത്തും. അമ്മച്ചൻ പാവം ഹാപ്പി. അപ്പോൾ അവർ ഇറങ്ങണം പാവൻ്റെ കാല്. അങ്ങനെ ഗൈസ്, നമ്മൾ സമയം എത്ര? 5 മണിയോ? എത്ര? 3:45. നമ്മളങ്ങനെ നന്ദനം വീട്ടിലെത്തിയിരിക്കുകയാണ്. ആൻറ്റി മാമിയുണ്ട് കേട്ടോ. ഓ തുറക്ക്. എന്താ രാത്രി ആരെയിലൊക്കെ വാതിൽ തുറന്നാൽ അങ്ങനെയും കൂടെ തുറക്കുക? ഓ, ഇപ്പൊ നീ ഹൈടെക് ആയല്ലോ അല്ലേ? ആന്റിക്ക് വയ്യണ്ടായോ? ഇവിടെ ആന്റിക്ക് കാല് വയ്യാതിരിക്കുമ്പോഴാണ്. മമ്മീനെ ഒഴിവാക്കിപ്പോ ഇത് വെറും നീതുമല്ല, മൂവാ നീതുവാണ്. ഇനി ഇത് വെറും നീതുമല്ല, മൂവാ നീതു. വന്നു എന്റെ ശംഭുവിന്റെ ഒപ്പം പറഞ്ഞു. പാവം അമ്മച്ചൻ ഉറങ്ങുകയാണ്. ഇവിടെ എനിക്ക് വിശന്നിട്ട് ഞാൻ കഴിക്കുന്നു. ഐ എം ഹാപ്പി. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ ദിവസമായി നമ്മുടെ വീടൊക്കെ വിട്ട് നിൽക്കണു. വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് സന്തോഷം.
എനിക്കങ്ങനെ ഹോസ്റ്റല് അങ്ങനെ വീട് നട്ട് നിൽക്കുകയൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യും. ആവശ്യം വന്ന് എന്തും ചെയ്യും. പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഹോസ്റ്റലൊക്കെ വിട്ട് വരാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. വാർഡൻ ചേച്ചിയൊക്കെ കരയുണ്ടായിരുന്നു കേട്ടോ. ഗംഗ ചേച്ചി ഭയങ്കരമായിട്ട് വിഷമമായി പറഞ്ഞിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമമായി. അവിടുത്തെ കുട്ടികളും ഒരുപാട് എനിക്ക് എൻ്റെ ഉണ്ണിവാവയെ പോലെ കുറേ മക്കളിനെ കിട്ടി. അതും ഒരുപാട് സന്തോഷം. എവിടെയോ ഉള്ള ആൾക്കാരാണ് നമ്മൾ അത്രയും സ്നേഹിക്കുന്നത്. അതിനൊക്കെ ഒരുപാട് നന്ദി മക്കളെ. പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മുടെ ഉണ്ണിച്ചക്കൻ്റെ മമ്മി ഹോസ്പിറ്റലിലാണ് കേട്ടോ. ICUലാണ്, അഡ്മിറ്റാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. എന്താ വയ്യാഴ്ച ശ്വാസം മുട്ടൊക്കെയാണ് കേട്ടോ. കുറേ നാൾ കൊണ്ട് പാവം 2-3 മാസമായി അതും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഹോസ്പിറ്റലിൽ പോവും വരും, ഹോസ്പിറ്റലിൽ പോവും വരും, അങ്ങനെയായിരുന്നു. ഇപ്പം ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളെയൊക്കെ കാണണം പറഞ്ഞ് വിളിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ പോയത്. ഞാൻ അങ്ങനെ കലൂരിൽ നിന്ന് നേരെ എന്താ കോലഞ്ചേരി അങ്ങനെ എന്തോണം കേട്ടോ ഹോസ്പിറ്റല്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. ഏട്ടനും ഏട്ടത്തിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൂട്ടിയിട്ട് വരികയാണ് ചെയ്തത്. അതൊരു വിഷമം. ചേച്ചീനെ കണ്ടപ്പോൾ ആളെ കണ്ടാൽ കൂടി തിരിച്ചറിയുന്നില്ല. പാവം കരയി തന്നെയാണ്. ICUലാണെങ്കിൽ അവർ കയറ്റി വിടണമില്ല കേട്ടോ. നമ്മൾ ഇത്രയും ആൾക്കാർ പോയിട്ട് അവിടുത്തെ റൂൾസാണ്, ശരിയാണ്. പക്ഷേ എങ്കിലും നമുക്ക് കാണാൻ, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഏട്ടനും കാണാൻ പറ്റി. പാവം ചേച്ചി കാലൊടിഞ്ഞ കാലായിട്ടാണ് കേട്ടോ വന്നത്. ചേച്ചി കാലൊക്കെ ഒടിഞ്ഞ് കിടക്കുവാണ്. ചേച്ചി എടുത്തിയമ്മ കേട്ടോ, ഞാൻ ചേച്ചിന്നാണ് വിളിക്കുക. എന്നിട്ട് പോലും അത് നീരൊക്കെ എടുത്തിട്ട് അതിന് പാവം നടക്കാൻ കൂടി വയ്യ. എന്നിട്ട് പോലും അവർ കാണാൻ പറ്റിയില്ല. പിന്നെ ഉണ്ണിക്കും കാണാൻ പറ്റിയില്ല കേട്ടോ. അതൊരു ഭയങ്കര ഒരു വിഷമം. കാരണം എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും എവിടെയെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. വയ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ പേടിയാണ്. കാരണം നമുക്കൊരു ഷോക്ക് വന്നതിന് ശേഷം എനിക്ക് പേടിയാട്ടോ വയ്യ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തീരെ വയ്യ കേട്ടോ. എനിക്ക് എന്താ പറയുക, ഞാൻ ടയേർഡാണ് പറഞ്ഞ് ഞാൻ അത്രയും ടയേർഡാണ്. ശരീരമൊക്കെ അത്രയും ഞാൻ നീര് വയ്ക്കുക കേട്ടോ. ശരീരമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഇപ്പോൾ വണ്ടിയിലൊക്കെ വന്നില്ലേ, നാളേക്കൊന്നും ഞാൻ എണീക്കാൻ പറ്റില്ല. അപ്പോൾ വാക്കുട്ടീനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. കാരണം വാക്കുട്ടി പാവം ഞാനില്ലാണ്ട് ദിവസം അങ്ങനെ മിസ് ചെയ്യണോ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കരയും കേട്ടോ. അത് അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ ഉണ്ണിയുടെ കാര്യമാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആളാകെ മാറി, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായി. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര്. ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഉണ്ണി പറയുന്നുണ്ട്. ഡിഗ്രി അവൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി അടുത്ത സെമ്മ് തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ് പോകണം. ഇച്ചിരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കിടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഇത്ര നാളും വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി ഞാൻ അപ്പോൾ അതൊന്നും എഡിറ്റ് ചെയ്യാതിരുന്ന ഉണ്ണിക്ക് അതും കൂടി വാവയ്ക്കും ഒരു കഷ്ടം കൊടുക്കണ്ട വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ ഉറക്കം വരുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തു. എന്തായാലും കുറച്ച് നേരം ഉറങ്ങട്ടെ വെച്ചാൽ ക്ഷീണാവും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിയ വെൽക്കം ബാക്ക്. വാങ്ങി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിയട്ടോ. ഒരു 3:45 നമ്മൾ റീച്ചായി. മമ്മി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കും പിന്നെ ഭയങ്കര ടയേർഡ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേഗം കിടന്നുറങ്ങി. എന്നിട്ട് എത്രയോ ഉച്ചയ്ക്കൊക്കെയാണ് നീറ്റത്. പിന്നെ എനിക്ക് പനി വരുന്ന പോലെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹെഡേക്കും ത്രോട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങിയത്. ഫുള്ള് ഉറക്കമായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ സുട്ടപ്പന് ലഗേജും കാര്യങ്ങളും ഒന്നും എടുത്തു വെച്ചിട്ടില്ല. നമ്മൾ കൊണ്ടുപോയേക്കാട്ടിലും കൊണ്ടുവരുമ്പോൾ ഒരുപാട് ലഗേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ഇന്ന് റെഡിയാക്കി വെക്കാമെന്ന്. പിന്നെ ഹെഡ് വാഷ് ചെയ്യണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് കുറേ ദിവസം വിട്ടുന്ന വീട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ കടമ എന്ന് പറയുന്നത് നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ്. സോ നമുക്ക് ചെയ്യാം. ഇന്നലെ വൈകിട്ട് വന്നുകൊണ്ട് അതൊന്നും ഡിക്കിന്ന് പോലും എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സുട്ടപ്പൻ ഞാൻ കഴുകി വൃത്തിയാക്കി. നോക്കൂ, സൂപ്പറായില്ലേ. ഇന്നലെ ഞാൻ നല്ല കഴുകിയിട്ടുണ്ടായിരുന്നു. ഉള്ളുമൊക്കെ റെഡിയാക്കി, നല്ല തിളങ്ങുന്നില്ലേ. കണ്ടോ,
ഇതാണ് നമ്മുടെ ബോക്സ്. ഈ ഒരു ബോക്സ് ഒക്കെ എന്ന് പറഞ്ഞ ഫ്ലാഷ് ഓൺ ചെയ്തതാണ്, കാണത്തില്ലല്ലേ. അപ്പൊ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു പ്രൊമോഷന്റെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പ്രൊമോഷൻ പ്രോഡക്ട്സ് നമ്മൾ അങ്ങോട്ടാണ് വരുത്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടേക്ക് വന്നാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇത് ഇന്നലെ മിഞ്ഞാന്നിട്ടാണ് വന്നത്. അപ്പൊ അത് ഡയറക്റ്റ് അങ്ങോട്ടാ വന്നത്. അതുകൊണ്ട് ഈ സാധനത്തിന്റെ സ്പേസും കൂടെ നമുക്ക് പോയി. അത് ഇച്ചിരി കുറേ ഹോം ആക്സസറീസ് ആണ് കേട്ടോ. നമുക്ക് ഓരോന്നും പുറത്തേക്ക് വെക്കാം. പോകുമ്പോൾ 2 ട്രോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വരുമ്പോൾ ഒരുപാട് കവേഴ്സ് ഉണ്ട്. കാരണം ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊന്നും വന്നായിരുന്നല്ലോ. പിന്നെ അവിടെ നിന്ന് 2-3 കുറച്ച് ഷോപ്പിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഈ കാണുന്ന പോലെയല്ല, ഭയങ്കര വെയിറ്റ് കുറവാണ്. നല്ല വെയിറ്റ് കുറവാണ്. കൊറേ സാധനങ്ങൾ ഉണ്ടായിന്റെ ഉള്ളില്, പക്ഷെ വെയിറ്റ് കുറവാണ്. പിന്നെ അത് നമ്മുടെ ട്രൈപോഡ് എനിക്ക് പ്രൊമോഷൻ വീഡിയോസ് എടുക്കാൻ മാത്രമേ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നിനും എടുത്തിട്ടില്ല. പിന്നെ 2 ട്രോളിയാണ് നമുക്കുള്ളത് കേട്ടോ. നമ്മുടെ ഒരു ട്രോളി വെയിറ്റ് ഉണ്ട്. ഇത് വെയിറ്റ് ഉണ്ടാവും. മെല്ലെ പടി പിടിക്കാം അവിടെ. അയ്യോ, അതില് മൊത്തം ക്ലോത്ത്സ് ആണ്. കൊറേ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ഉണ്ട്. കാരണം നമ്മളവിടെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ തവണയൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രണ്ടിലാണ് അതിന്റെ മുകളിലത്തെ സാധനം. നമ്മുടെ സുട്ടപ്പന അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ അടുത്തോട്ട് യൂസ് ചെയ്യുന്നത്. ഇവര് കാറ് കൊണ്ടുപോകുമ്പോ ഞാൻ അതിന്റെ ഉള്ളിലത്തെ അങ്ങനത്തെ പൊടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ തന്നെ തുണിയോട് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അടിയിൽ മാത്രം ഞാൻ മറന്നുപോയി വൃത്തിയാക്കാൻ. ഇത് ബാക്കിൽ വെക്കാം. ബാക്കിൽ വെക്കുന്ന സാധനമാണ്. അത് നമ്മൾ ഇന്നലെ ലഗേജ് വെക്കാൻ വേണ്ടിട്ട്. ഈ സൈഡല്ല, ഇപ്പുറത്താണ്. തിരിച്ചു വെക്കി. തിരിച്ചാണോ വെക്കണ്ടേ? അല്ലേ, അല്ലല്ലേ, അങ്ങനല്ലേ. എന്തൊരു സാധനം ഉണ്ടായിരുന്നു. അത് ബാക്ക് കൂടെയാണോ വെക്കണ്ടേ? ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതിന്റെ ഉള്ളിലത്തെ കുഷ്യനൊക്കെ ഇടാ. അതൊക്കെ അതിന് മുകളിൽ കയറ്റി വെക്കി. ആ ഫ്രണ്ടിൽ കൂടെ വെക്കാം. ഓ, എന്തൊരു പൊളിക്കൂ നീ. ഒരു ബാഗുണ്ട്. ഇത്രയുണ്ട്. ഉള്ളിൽ കൊണ്ടുവച്ചു എന്തേലും. ചപ്പൽ, പിന്നെ കുഷ്യൻ. ചുട്ടപ്പം ക്ലീനായി. ഇതിന്റെ ഉള്ളിലുള്ള ടിഷ്യൂ പേപ്പർ എവിടെയായിരുന്നു അവേ? എനിക്കറിയില്ല, ഞാൻ നോക്കുമ്പോഴുണ്ടായിരുന്നില്ല. ഫ്രണ്ട് ഓൾറെഡി ക്ലീൻ ആണ്. ചടിയത്തെ പൊടി അത് ഒരു ദിവസം ഇതാക്കണം. ഇടേ കവർ എടുക്കണി. ആ കവർ വേണ്ടെങ്കിൽ അത് എനിക്ക് വേണം. മറ്റെടുത്ത് ഒന്നുള്ളൂ, ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടാവും. വോമിറ്റ് ചെയ്താണോ ആന്റി? വീഡിയോ കട്ട് ചെയ്തോളൂ, എടുത്ത് വെച്ചു. ബിക്കോസ് ചേച്ചിക്ക് വയ്യ. കുറച്ചുകൂടി വന്നു. ലൈറ്റിന്റെ കാര്യം ഞാൻ ഓർമ്മയില്ല ഗൈസ്. അത് എത്രയും വെളിച്ചുണ്ടായിരുന്നു, പക്ഷെ ലൈറ്റിന്റെ കാര്യം ഓർമ്മയില്ല. ഇനി ഇതൊക്കെ കൊണ്ടുവയ്ക്കലല്ല സീന്. ഇതൊക്കെ എടുത്ത് ശമ്പു അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഭാഗം വെക്കലാണ് സീന്. ഭാഗം വെക്കലല്ല, വേർതിരിച്ച് വെക്കലാണ് ഇത്. നോക്ക്, ഇവര് ഇവിടെ ഇല്ലാത്തപ്പോ വീട് എന്നും നല്ല വൃത്തിയിലാട്ടോ ഇരിക്കണ്ടാവുക. പക്ഷെ ഇന്ന് കടക്കണ വീട് അലമ്പായിട്ട്. ഉണ്ണിക്ക് പറ്റുന്ന തുണിയും ചെയ്ത് വെച്ചിട്ടുണ്ട്, മമ്മിക്ക് പറ്റുന്ന മമ്മി ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ സെൽഫ് സർവീസ് ചെയ്യുന്നില്ല. ജിമ്മിൽ പോയിട്ട് എനിക്ക് ഇച്ചിരി അഡ്വാൻറ്റേജ് ആയി തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാം. അവിടെ പോയോ ജിമ്മ്? അല്ല, അവിടെ പോയി. ശരിക്കും പോവായിരുന്നു, വെറുതെ ഇരിക്കുന്നു. എന്താ അവിടെ പോവായിരുന്നു. പക്ഷെ ബോഡി നല്ല ടയർഡാവും, അതുകൊണ്ട് പോയില്ല. ഈ പെട്ടി പൊക്കാൻ പെട്ടിയില്ല. കാരണം ഈ കൊണ്ടുവന്ന സൂട്ട് കേസ് ഒക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് പൊക്കാൻ മാത്രം എനിക്ക് പറ്റും. പക്ഷെ ഇപ്പൊ ഈ കുറച്ച് നാളികേരം ഉടക്കി അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അമ്മ എന്നോട് ചോദിക്കും, ജിമ്മിൽ പോണതല്ലേ നിനക്കത് ചെയ്യാൻ പറ്റാതെ ചോദിക്കും. പക്ഷെ ബുദ്ധി വേണം, കുറച്ച് വായും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് അത് പറ്റില്ല. പക്ഷെ എന്താ, നമ്മുടെ സൂട്ട് കേസ് പൊക്കാൻ എനിക്ക് നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. കാരണം ടൈലേഡ് ആവുന്നുണ്ട്. എന്നാൽ കൂടെ അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ തന്നെ ക്യാരി ചെയ്തോണ്ടുണ്ട്. മമ്മിയല്ലല്ലോ, അപ്പൊ മമ്മിക്ക് പറ്റില്ല. അപ്പൊ ഇതായിരുന്നു. നല്ല പറ്റുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെയാണ് ഇപ്പൊ റൂം കിടക്കുന്നത്. ഇത്രയും കൂടി വൃത്തി ഉണ്ടായിരുന്നില്ല, ഉടക്കൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം മമ്മി ഈസ് വെരി മെസ്സി. അതെ, ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ എന്റെ ബെഡ് കിടന്ന് ഞാൻ വിരിക്കും, ശംഭുവിന്റെ ബെഡ് ഞാൻ വിരിക്കും. ആ ഒരു ഇതും പിന്നെ വല്ല തുണികളോടെ കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് വെക്കും. ഒരു പണിയില്ല. നമ്മളപ്പ എന്റെ ഞാൻ അപ്പ ചെയ്യും, ശംഭുവിന്റെ ഞാൻ അപ്പ ചെയ്യും. പക്ഷെ ഇവരുടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞ വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഞാനാണ്. ആര്? ഞാൻ എപ്പോ? ഞാൻ ഇല്ലാത്തപ്പോ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാ. ഐ മീൻ എന്റേത് ഞാൻ ചെയ്യും, ഉണ്ണിയുടെ പിന്നെ ബാക്കിയുള്ളതൊക്കെ അവള് ചെയ്യും. ബെഡൊക്കെ വിരിച്ചിട്ടുള്ളൊക്കെ കോളേജ് വിട്ട് വന്ന അങ്ങനെ പോടി. ഞാൻ എന്താ ഇട്ട് വെക്കുന്നു ഓണം പറയല്. എല്ലാ സാധനങ്ങളും ഞാൻ എന്റെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുക. ഉണ്ണി ഇതേപോലെ വെക്കും, പക്ഷെ അത് അവൾ എടുത്ത് വെക്കും. എന്റെ എടുത്ത് വെക്കേണ്ട സമയം ആകുമ്പോഴേക്കും അവൾ എടുത്ത് വെച്ചിട്ടുണ്ടോ. നോണച്ചി ഈ ഒരു ബെഡ് വിരിച്ചിട്ട് ഇവിടുത്തെ ഫുൾ നീറ്റായി. കാരണം രാവിലെ അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ബെഡ് എന്തെങ്കിലും വൃത്തിയാക്കിയ സെറ്റ്. റൂം ശംഭു കിടക്കുന്നതാണ്. കണ്ടോ, ഇതൊക്കെ ഉണ്ണി വെച്ച് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇരിക്കണ്ടാവില്ല കേട്ടാ. ഗ്ലാസ്, കപ്പ് എനിക്കറിയില്ല. നേരത്തെ അത് ഞാൻ ഇങ്ങനെ ചെയ്ത് ഞോ വേ ഉണ്ണി ഞോ വേ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ശംഭു എടുത്ത് മാറ്റിയതായിരിക്കും. ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്താ ചെയ്യാച്ച എന്തെങ്കിലും വന്ന് അങ്ങനെ എടുത്തത് ഇവിടെ ഇടും, ഉണങ്ങാനിടും. ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് എന്താ ഉണങ്ങി കഴിഞ്ഞാൽ ഞാൻ തിരുമ്പാനോ അല്ലെങ്കിൽ അവിടെ എടുത്ത് മടക്കി വെക്കല്ല, അതിൽ തൂക്കി വെക്കും. ബാക്കി ഇതൊക്കെ കണ്ടോ, തൊക്കെ വെള്ളം വെച്ച ഗ്ലാസ് ഇതൊക്കെ ഉണ്ടോ ഇത്. ഓക്കെ. പിന്നെ ശംഭു അവിടെയാണ് ഷർട്ട് തൂക്കാട്ടോ. അത് മാത്രമേ ഇവിടെ ഒരു ഇതുള്ളൂ. കാരണം ഇവിടെ മറ്റേ തൂക്കണ സാധനം ഇല്ല. ഞാൻ പിന്നെ അതെടുത്ത് മടക്കി വെക്കില്ല, കാരണം ശംഭുവിന് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിൽ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പ്രൊമോഷന്റെ ആണോ? കുറച്ച് ഹോം ആക്സസറീസ് ആണ്. പിന്നെ കുറച്ച് ബ്യൂട്ടി അങ്ങനെ ഒരു ഇതാണ്. എന്താ അവിടെ ഇരിക്കുന്നത്? ചോറ്. അതെ, ഞാൻ വാവക്കുട്ടിക്ക് 1-2 സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് അങ്ങനെ കടന്നുറങ്ങിയിട്ടല്ലാരും ആരും ഒന്നും എടുത്ത് നോക്ക്, ലഗേജ് പോലും കാർന്നൊന്നും എടുത്തിട്ടുണ്ടായില്ല. അതെ. പിന്നെ നമ്മള് എന്താ വാവയ്ക്കൊന്നുമില്ലേ, പറ്റിച്ചു. ചെരുപ്പാണ്, ഉള്ളിലിടുന്ന ചെരുപ്പല്ലേ. എന്റെ ഇപ്പോഴത്തെ ചെരുപ്പിട്ട് കാണിച്ചല്ല, ഞാൻ മമ്മിയിൽ ചുറ്റണം. ഇട്ടതാണ് കഴിച്ചത്. അപ്പോൾ വാവക്കുട്ടിക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കിടക്കണുണ്ടല്ലേ, നിങ്ങൾ നോക്കി നോക്ക്. അതാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാം വാവക്കുട്ടിക്ക്. വാവക്കുട്ടി ഓരോന്നോരോന്ന് തുറക്കട്ടെ എന്നിട്ട്. പിന്നെ നമ്മുടെ ശംഭുവിനും നമ്മുടെ അമ്മച്ചനും 2 ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ആ പെട്ടിയുടെ അടിയിലാണ്. അത് എവിടെ ആ വരുന്ന വെപ്രാളത്തിൽ എവിടേക്ക് എടുത്ത് വെച്ചിട്ട് കാണേ. ഇഷ്ടായോ? ആ പെട്ടി അങ്ങോട്ട് മാറ്റി. അപ്പൊ ഈ പെട്ടി അങ്ങോട്ട് എനിക്ക് പൊട്ടിക്കാനേ അങ്ങോട്ട് വിളിച്ചു. ഇതൊരു കുഞ്ഞിയ കൊക്കരിക്കോ. ഡോബിമോൻ ഇതാണ് വാങ്ങി തന്നൊക്കെ. സ്നേഹാണതേ. അതെ, അത് കുഞ്ഞാവിക്ക് ഒരു പേഴ്സ്. കുഞ്ഞാവിക്ക് വാക്കുട്ടിയുടെ ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ഐഡന്റിറ്റി കാർഡ്, ATM കാർഡൊക്കെ. ഞാൻ പേഴ്സൊന്നും ക്യാരി ചെയ്യില്ല. വേണമെങ്കിൽ വെക്കാം. അല്ല അത് എനിക്ക് വാങ്ങിയതാണ് അവിടെ. എനിക്ക് മനസ്സിലായി.
കാരണം ഇല്ല എന്റെ ഒരു പേഴ്സ് ഇതേപോലെ മുന്നേ ഞാൻ പേഴ്സ് യൂസ് ചെയ്യുന്നു. പേഴ്സ് മീൻസ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇട്ടേക്ക് നമുക്ക് ഇഷ്ടാവുമല്ലോ. അപ്പൊ മമ്മി എന്റെ നിന്ന് ചുട്ടിട്ടാണ് ഇപ്പൊ കയ്യിൽ വെച്ചിരിക്കുന്നത്. ATM കാർഡുകളും എല്ലാം ആക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പക്ഷെ നോക്കതില് എല്ലാതുണ്ട്. ഇവിടെ എന്റെ ഫോട്ടോ വെച്ചോട്ടാ. ഞാൻ ഒരു സാധനം ഉണ്ടല്ലോ സ്ഥലം. ശരി, അടുത്തെടുക്ക്. ഇത് ഡ്രസ്സാണ്. ഇത് നൈറ്റിയാണ് തോന്നുന്നു അല്ലേ? പിന്നെ ഒരു വൈറ്റ് ടീഷർട്ടാ തോന്നുന്നു. ഒരു ടീഷർട്ടാണ്, എൽ സൈസാണ്. ഇതെന്താ നന്നായിട്ടുണ്ടാവും. ലൂസായിട്ട് ടച്ചിട്ട് എടുത്താണ്. ഓഫറിൽ കിട്ടിയതാണ്, അതുകൊണ്ട് എടുത്താണ്. സൈസ് ഉണ്ടായിരുന്നില്ല. ഇല്ല. ടീഷർട്ട് ഉണ്ട് അവിടെ ആ പെട്രോൾ കിട്ടോ, പെട്രോൾ കിട്ടോ. സെയിം കളർ. ഇത് ഓഫർ സെയിം പിങ്ക്. ഇത് M ആണ്. പിന്നെ അത് അടിമറിക്കുക കൂട്ടെ. മാക്സിനാണ് എടുത്തത്. അവിടെ കുട്ടികളൊക്കെ എന്താ ഭയങ്കര ലൂസ്. അങ്ങനെ ലൂസായിട്ട് നമ്മൾ എടുക്കും. ഇവർ ലൂസായിട്ട് ജിമ്മിനും പറക്കട്ടെ. ഇതെന്താ സ്റ്റിക്കർ അറിയാൻ ഡിസൈൻ അത്. പക്ഷെ ഇതൊക്കെ ഓഫറിലാണ് കേട്ടോ. നല്ല ഇതെന്താ ഇതേ സെയിം പാറ്റേൺ. ഇത് ചുരിദാറാണ്. എന്താ കുട്ടിക്ക് ടോപ്പ്. ഞങ്ങൾക്ക് ഇപ്പൊ കോളേജിൽ വീക്കിലി അവിടെ ഒന്ന് ചോദിച്ചില്ലേ? സോ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ എന്റെ ഇല്ല. ഒരു ചുരിദാർ മമ്മി ഒരു കല്യാണത്തിന് പോകാൻ പോലും ഇടാനുള്ളത് ഞങ്ങൾ മേടിക്കില്ല. എന്ത് എപ്പോ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ജീൻസ് ആരും മുറിനെ മേടിക്കുള്ളൂ. അമ്മ എന്ത് പറയും, എപ്പോഴും ആരും മുറി തന്നെ മേടിക്കുള്ളൂ. ഉണ്ണി ഇതുപോലത്തെ ഒരു ടോപ്പ് ഇട്ടപ്പോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇവിടെ നിന്നാണ്. അത് മാക്സിമം ആയിരുന്നു കേട്ടോ. ഇല്ല ഉണ്ണിയൊരു ഇതിട്ടില്ലേ ഗ്രീൻ കളർ, അതിന്റെ അടുത്ത സൈസ്. അടുത്ത സൈസോ അല്ല, അടുത്ത കളർ. വാക്കുട്ടിക്ക് റീലൊക്കെ എടുക്കുമ്പോ ഞാൻ ഈ എന്തത് എന്നാലും കല്യാണങ്ങളൊക്കെ പോകുമ്പോ ഗോൾഡ് പപ്പ മമ്മിക്ക് മേടിച്ചു കൊടുത്തതാണ്. നേരെ അടുത്തേക്ക്. നന്നായിട്ടുണ്ട്. അതെ, സെക്കൻഡ് സെറ്റ് കിട്ടുന്നെങ്കിൽ ഇതിലേക്ക് ആ ഡോബിമോന്റെ മുകളിലേക്ക്. പിന്നെ അത് വാക്കുട്ടി ഫേവറേറ്റ് ആയിട്ടൊന്നും വാങ്ങിയത് ഞാൻ. അതല്ല വേറൊന്നും. ഇത് നമുക്കുള്ളില് ഒരു ബ്ലാക്ക് ഇങ്ങനെ ടാൻ ടോപ്പ് പോലത്തെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടാൻ നന്നായിട്ടുണ്ട്. കുറച്ച് ലൂസ് പോലെയാണ്, നന്നായിട്ടുണ്ടാവും. കാരണം നിഴലടിക്കും. അപ്പൊ അല്ല, ഓഫർ കണ്ടിരുന്നു കേട്ടോ മാക്സിൽ പോയപ്പോ. കുറെ കിട്ടില്ലല്ലോ മാക്സിന്. പിന്നെ ഒരു കമ്മൽ വീണ് നടക്കുന്നുണ്ട്. ഇതെന്തോന്നേ ഉള്ളൂ. വാക്കുട്ടി ഇഷ്ടായോ? വാക്കുട്ടിക്ക് ഇഷ്ടായോ? ഞാൻ അങ്ങനത്തൊന്നും ഇടാറില്ല. ബട്ട് അല്ല, എല്ലാം ഇഷ്ടായോ? ഞാൻ പറയാം, എപ്പോഴേലൊക്കെ ഞാൻ ഇടുമ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മമ്മി കമ്മൽ എവിടെ? മമ്മി കമ്മൽ അത് പൂരത്തിനൊക്കെ പോകുമ്പോ നോക്കി മേടിക്കും. ഇവര് ഇപ്പൊ മമ്മി വേണ്ടെന്നൊക്കെ പറയും. നമുക്ക് കയ്യിലൊന്നും ഇല്ല, കഴുത്തിൽ അതൊരു ഗോൾഡ് അങ്ങനെ ഉള്ളൂ. അപ്പൊ ഒന്നും മേടിക്കാറില്ല. കഴിഞ്ഞോ? ഇനി ഒന്നും കൂടി ഉണ്ടോ? നമുക്ക് അതെടുത്ത് പുറത്തേക്ക്. മമ്മി ഇങ്ങനത്തെ സാധനം തലയിൽ കുത്തിട്ടോ. എനിക്കിത് കുത്താൻ പറ്റില്ല. അയ്യോ, ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ആയി തന്നെ ഇടണേ. അത് ലിപ് ലൈനറാണ്. റെഡ് തന്നെ ആയിരിക്കില്ലേ? ഈ റെഡ് മേടിച്ച് മമ്മിക്ക് മതിയാ. നല്ല ഷാർപ്പനർ ഈ സാധനം കിട്ടുമോ? റെഡ് തന്നെ മേടിക്കണേ. ഇത് ഇട്ട് നോക്കിയായിരുന്നോ? കുഴപ്പമില്ല. പ്യുവർ റെഡ് അല്ല, ഒത്തിരി രസമുണ്ട്. ഷാർപ്പനർ ഇതിലൊപ്പം വേണ്ടി കണ്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. അതെങ്ങനെ ചെത്തോ മമ്മി? പുറത്ത് കൂടുതൽ ഇട്ടിട്ടോ? ഷാർപ്പനർ ഞാൻ ചിലപ്പോൾ ചൂടും. പിന്നെ ഉണ്ണി സൗണ്ട് മോളെ വീണ്ടും റെഡ് ലിപ് ലൈനർ. റെഡിലും അല്ലേ? വീണ്ടും റെഡ് ലിപ് ലൈനർ. ചീപ്പാണ്. ഇങ്ങനത്തെ ചീപ്പ് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ പാർലറിലൊക്കെ ഉള്ള പോലുള്ള ചീപ്പ് നല്ലതായിട്ട്. ഞാൻ അപ്പം അന്ന് നമ്മൾ ഉണ്ണിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ ഒരു സിസർ ഇവിടെ ഇല്ല കേട്ടോ, സിസേഴ്സ്. അപ്പം അതൊന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ടാണ് മമ്മി വാങ്ങിച്ചത്. പക്ഷെ ഞങ്ങൾക്കും കൊണ്ടുവരും. ഞങ്ങൾക്ക് വേറെ ആണെങ്കിലും പപ്പയ്ക്ക് എപ്പോഴും ഫോഗിന്റെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഇങ്ങനെ റെഡ് ഫോഗ് അതൊരു സൺസ്ക്രീൻ ഇത് വേണം പറഞ്ഞിട്ട് അത് കണ്ടപ്പെടുത്തതോ? കണ്ടപ്പെടുത്തു. പക്ഷെ നല്ലതായിരുന്നു അത്.
നല്ലത് വേറെ വാക്കുട്ടി. കഴിഞ്ഞുണ്ടോന്നും കൂടെ. അത് ഞാൻ വാവക്കുട്ടിക്ക് വാങ്ങിയതാ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മി. ഉണ്ണി അത് നല്ല, എനിക്ക് ഭയങ്കര നല്ല രസമുണ്ട് അത്. അത് അത് ഭംഗിയില്ല. എമ്മ രസൊക്കെയാണ്. എന്നിട്ട് ഇനി ചെറുതില്ല. വലിക്കണ്ടേ, വലിച്ചു നട്ടോ. ഇഷ്ടമായില്ലേ ആ കുട്ടി? പക്ഷെ അത് ലൂസ് ഇടുമ്പോ ഇങ്ങനെ അപ്പൊ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ലൊരു പ്യൂർ ബ്ലാക്ക് ആണ്. ടീഷർട്ട് ഇടുമ്പോൾ കൂടുതൽ കഴുത്ത് നോക്കണ്ടേ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട കഴുത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് കേറി കഴുത്താണ്, കുഴപ്പമില്ലാത്ത കഴുത്താണ് അല്ലേ. ഓക്കെ, എനിക്ക് കുറച്ചൊരു ഇറങ്ങിയ കഴുത്ത്, ഇങ്ങനത്തെ കഴുത്ത്. ഇത് ജിമ്മിനൊക്കെ പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതാണ്. ഇത്രയും സാധനങ്ങളാണ് വാക്കുട്ടിക്ക് വാങ്ങിച്ചത്. ഹാപ്പി ആയോ? ശരി, അതേപോലെ അതിൽ തന്നെ മടക്കി വയ്ക്ക്. ഈ സാധനങ്ങൾ അതിന് തന്നെ ഇട്. ഓക്കെ ഗൈസ്, അപ്പൊ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, മമ്മി വന്നിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല സന്തോഷമായി. കാരണം ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് മമ്മി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് കഴിക്കാൻ തോന്നുന്നു, മമ്മിയുടെ ഇത് മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ മമ്മിക്ക് വരുമ്പോഴേക്കും മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി നന്നായിട്ട് മഷ്റൂം വെക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്ക് ഇന്നലെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് കുഞ്ഞാവയ്ക്ക് എന്താ ഉണ്ടാക്കി തരുന്നുണ്ട്, ഞാൻ വന്നിട്ട് ഉണ്ടാക്കി തരാന്നൊക്കെ ലിസ്റ്റ് ഇടുന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് മമ്മി എനിക്ക് ഉണ്ടാക്കി തന്നു. പിന്നെ കോളിഫ്ലവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മിയുടെ ഒരു സോയാബീൻ കറി ഉണ്ട്, അതും നല്ല ടേസ്റ്റാണ്, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറഞ്ഞേ, മമ്മിയുടെ മീൻ കറി വെച്ചായിരുന്നു. ബിരിയാണിയാണ് മെയിൻ. നമ്മുടെ 5 minutes ബിരിയാണി വെച്ചുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 minutes അല്ല, എന്നാലും വേഗം ഉണ്ടാക്കും മമ്മി. കറിവേപ്പിലൊന്നുമില്ല, കറിവേപ്പില മല്ലിയിലുണ്ടാവില്ല. സ്പൂന് ഇത് ഇത്ര വലുതായിട്ടല്ല ഉണ്ടാവുക, അത് ചെറുതാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ മണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ, മമ്മി ഇങ്ങനെ ഇത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ഞാൻ ആരൊക്കെ എന്തൊക്കെ വെച്ച് പറഞ്ഞാലും മമ്മി വെച്ചത് ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അമ്മമാരായോണ്ട് പറയുന്നതാണ്, പക്ഷെ അല്ല. മമ്മി എന്ത് വെച്ചാലും എനിക്കിഷ്ടം അല്ലേ. അതല്ല, അങ്ങനത്തെ ഒരു ഇതിൽ പറയല്ല ഞാൻ. നല്ല രസമുണ്ട് ഇത് കാണാൻ, കഴിക്കാൻ. കൈ മാറ്റും മമ്മി. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. മല്ലിയില ഇല്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. കറിവേപ്പില നമ്മൾ പോയി പൊട്ടിച്ചിട്ട് വന്നു. നല്ല രസം, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. കഴിച്ച് കഴിയാറായപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്ന്. ഞാനാണെങ്കിൽ വന്നിരുന്ന് അങ്ങനെയാണ് കഴിക്കാൻ തുടങ്ങി. എന്തായാലും ബൈ. ഞാൻ ഇത്രയും ദിവസം ഹോസ്റ്റൽ ഫുഡ് കുറ്റം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അടിപൊളി തന്നെയായിരുന്നു. എത്രയായാലും മമ്മി ഉണ്ടാക്കി തരുന്നത് കുറേ ദിവസമായാലും കഴിച്ചിട്ട്. അപ്പോൾ കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മമ്മി വായോ. ഇതില് വെള്ളം കഴിയരുത് കേട്ടോ, ഇതില് വെള്ളം കഴിയരുത്, ബക്കറ്റിൽ വെള്ളം. നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തിരുന്നപ്പോൾ ഉള്ള ഇവിടുത്തെ അവസ്ഥയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ മമ്മി ഇനി വേസ്റ്റൊക്കെ വേർതിരിച്ച് ക്ലീൻ ചെയ്യണം. ഒരു ലോഡ് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. മമ്മി ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ പണിയിലാണ്. വാവുക്കുട്ടി ഇന്നിപ്പോൾ നമ്മളുടെ ഇന്റർലോക്ക് പെയിന്റ് ചെയ്യാൻ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വാവുക്കുട്ടി അവിടെ ക്ലീൻ ചെയ്യുവാണ് ഇന്റർലോക്കൊക്കെ. ആൻഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. മമ്മി ഇവിടെ ഉണ്ട്. അപ്പോൾ മമ്മി ഇപ്പോൾ ആദ്യം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. ഓക്കെ,
ചെയ്യട്ടെ. എനിക്കാണെങ്കിൽ പനിയാണ് കേട്ടോ, കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്ക് വയ്യ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ അവര് പറഞ്ഞു എന്താ നനയ്ക്കണ്ടായിരുന്നു ശരിക്കും ഇത്. അപ്പൊ അവര് മോപ്പ് വെച്ച് തുടയ്ക്കാൻ പറഞ്ഞു. കാരണം അവര് ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ പണിയൊക്കെ സ്റ്റോപ്പ് ചെയ്താൽ. പക്ഷെ കുറെ നാൾ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ നീറ്റിട്ട് ഇവർ കഴുകി വിട്ടു. അപ്പോൾ അവർ പറഞ്ഞു തുടയ്ക്കാൻ. അപ്പോൾ വാവക്കുട്ടി മോപ്പ് ചെയ്യുവാണ് അവള്. വേണ്ട അത് വേണ്ട. ഞാൻ ഒന്ന് കാർ മാറ്റിയിടാൻ പോയപ്പോഴേക്കും ഇവിടെ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് മുന്നൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പെട്ടെന്നൊന്ന് പോയി വരുമ്പോഴേക്കും ഇരുന്ന് കരയണു. ഉണ്ണിയൊക്കെ കരഞ്ഞതാകണു. മമ്മി ഒന്ന് കൊടുത്തിട്ട് ഇരുത്തിരിക്കണേ. ഈ വാവല്ലേ, ഈ വാവക്കുട്ടി കുത്തുന്നു കടന്നു. ഈ വാവക്കുട്ടിയില്ലേ ഓരോ കോമഡി പറയൂ കേട്ടോ. അത് കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ചിരിക്കേണ്ടായിരുന്നേ. അവള് 5 മിനിറ്റ് ആയിട്ടുള്ളൂ കാറ് പുറത്തിടാൻ വേണ്ടി പുറത്ത് പോയിട്ട്. അപ്പോൾ എന്താ എനിക്ക് രാവിലെ തന്നെ ഒരു കാര്യമായിട്ട് മിസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് എൻ്റെ കൂടെ കട്ടയ്ക്ക് ഇങ്ങനെ സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കും, ഒരു കാര്യം പറയും. അപ്പോൾ ഞാനിങ്ങനെ ഇവരാരെന്തോ പറഞ്ഞപ്പോൾ എനിക്കത് വിഷമമായി. അപ്പോൾ ഞാൻ അതിങ്ങനെ ഉണ്ണിയോട് ഷെയർ ചെയ്തു. എനിക്കിങ്ങനെ പപ്പേനെ എനിക്കിങ്ങനെ മിസ് ചെയ്തു ഉണ്ണി രാവിലെ എന്നുകൊണ്ട് ഇങ്ങനെ വിഷമമായി കേട്ടോ. അപ്പോൾ ഉണ്ണി അങ്ങോട്ട് അത് ശരി അതുകൊണ്ട് ഉണ്ണി അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അതെ, ഇതാണോ ഉണ്ണി എൻ്റെ വിഷമം കേൾക്കാത്തത്. ഉണ്ണി ഇരുന്ന് കരയാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഉണ്ണി കരഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണി അതങ്ങോട്ട് വിട്ടേക്ക്, മമ്മിക്ക് എന്തോ പോലെ ആവണം പറഞ്ഞു. കാരണം അവൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ നിർത്തൂല്ല, സീനാണ്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അവളെ വിട്ടു. അതിന് പപ്പ ഇടയ്ക്ക് ഒരു കോമഡി പറയും ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രത്യേകതരം കോമഡി പറയും. ഓരോ വാക്യം എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ഒക്കെ കേട്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പില്ലോ അത് നമുക്ക് അരമണിക്കൂർ നീണ്ടെന്ന് ചിരിക്കേണ്ട ഒരു കോമഡി ആയിരിക്കും ആള് പറയാ. വാവക്കുട്ടി ഞാൻ അങ്ങോട്ട് കേറി വരുമ്പോഴേ ഉണ്ണി ഇരുന്ന് കരയിരുന്നു. അപ്പൊ മമ്മി ഞാൻ എന്തിനാ ചോദിച്ചിട്ടോ. അപ്പൊ മമ്മി ഏയ് അതൊന്നുമില്ല പപ്പനെ അലച്ച് കരുന്നതാ പറഞ്ഞു. അല്ല അങ്ങനെയല്ല, അതൊന്നുമില്ല പപ്പയുടെ ഓർമ്മ വന്നതാ പറഞ്ഞു. അപ്പൊ വാവക്കുട്ടി ഉടനെ എന്താ അതിനൊന്നും കൊടുത്ത് അവിടെ ഇരുത്തിയതല്ല, എന്നിട്ട് പപ്പട തലക്ക് ഇട്ടില്ലേന്ന്. അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് വാവ കാറ് പുറത്തേക്ക് ഇടാൻ പോകുന്നതിൻ്റെ മുമ്പ് എന്താ ഒരാളിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ വാക്കുട്ടി ഒരാൾ കേൾക്കില്ല, അല്ല ആളിനെ പറയണില്ല കേട്ടോ അവിടെ. അപ്പോൾ വാക്കുട്ടി പറയണ എന്താ അത് വാവേനെ പറയണം. എന്താ അവരോട് പറയണത് നമ്മള് ഒന്നുമില്ലാത്ത സ്ഥലത്ത് അടിക്കാൻ മമ്മി അവരോട് പറയാതിരിക്കുന്നല്ലേ. നമ്മൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് അടിക്കണ പോലെയാണ് അത്. ഇപ്പൊ പറയുമ്പോ കോമഡി പക്ഷെ ഞങ്ങള് കുറെ ചിരിച്ചു. അങ്ങനെ പിന്നെ ആ ഒരു സമയത്ത് കുറെ അങ്ങോട്ട് കുറെ പപ്പയാണ് ഇങ്ങനെ ഓരോ കോമഡി പറയാ. പക്ഷെ പപ്പ പറയുന്ന പോലെയാണ് ഇപ്പൊ വാവുക്കുട്ടി ഓരോന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. വാവുക്കുട്ടി പണ്ട് ഇങ്ങനെ ഓരോന്ന് പറയും, പക്ഷെ ഇപ്പൊ ഒന്നും കൂടി അങ്ങനെ ഞങ്ങൾക്ക് അതിൽ പപ്പയെ കാണാൻ പറ്റുന്നുണ്ട്. അതെ, അല്ല വാക്കുട്ടി ഇടയ്ക്ക് വരുന്ന ഇങ്ങനെ പൊട്ടിക്കുക. അതുപോലെ ആ ഉണ്ണിക്ക് ചെറുതായിട്ട് വയ്യ കേട്ടോ, പനിയൊക്കെയാണ്, സുഖമില്ലാത്ത കുട്ടിയാണ് ഗൈസ്. ഒന്ന് വൈക്കും നീക്കി പണി ബാക്കി പണി പിന്നെ നമ്മളുടെ മുറ്റത്ത് അന്ന് ഇന്റർലോക്ക് ഇട്ടത് എടുക്കാൻ പോളിഷ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓണത്തിന് മുമ്പൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അതൊക്കെ നാശമായി തുടങ്ങിയിരിക്കണു. കാരണം ഇങ്ങനെ ഒരു കുത്തും ഇങ്ങനെ കരിമ്പന പോലെയൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ കഴുകി വിടുകയൊക്കെ ചെയ്ത് നനവായി. പക്ഷെ അവർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. നമ്മൾ ഇല്ലച്ച് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് ചെയ്യുക ഓരോ കാര്യങ്ങളും. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും സന്തോഷത്തിലൊന്നും അല്ല, എന്തെങ്കിലും ചെയ്യണ്ടേ, നമ്മളത് എന്തായാലും പോളിഷ് ചെയ്യാതെ ഇടാൻ പറ്റില്ലല്ലോ. ഇനി അവർക്കത് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല. ഇത് ഇപ്പൊ 3-4 മാസം. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ചെയ്യാട്ടോ.
അപ്പോൾ ഇല്ലച്ച് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര സന്തോഷമായിരിക്കും. അപ്പോൾ അതൊന്നും കാണാൻ ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക്. പക്ഷെ എന്നാൽ ചെയ്യും വേണം. ജീവിതം എങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോവും വേണം. ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഇല്ലച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? പക്ഷെ അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സ് ചാവും. നമുക്ക് അതൊന്നും ഹാപ്പിയിലേക്കൊന്നും അങ്ങനെ തോന്നില്ല. എന്തൊക്കെ തന്നെ ആയാലും ആ ഒരു ഇതവിടെ ഇങ്ങനെ ഉണ്ടാവും. കാരണം ഏട്ടനെ ഇങ്ങനെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അത് നമ്മളിങ്ങനെ മിസ് ചെയ്യും. 1 മണിക്കൂർ ഗ്യാരണ്ടി. ഞാനവിടെ ചെയ്ത് വെച്ചതിന്റെ ബാക്കി അവിടെയൊക്കെ ഉണങ്ങും. 42 മണിക്കൂർ അതിൻ്റെ ചുറ്റും ഓടിയെന്ന് പോയിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ ആള്. അങ്ങനെ ഇന്നലെ വന്ന് നല്ല ടയേർഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ അവിടെ സഹായത്തിന് വരുന്ന ചേച്ചി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറേ പണിയുണ്ട്. ഇവര് വാവയും ഇവരൊക്കെ അല്ലേ ഉണ്ടായിരുന്നു. വീട് നല്ല മെസ്സായിട്ട് തന്നെ കിടക്കണത്. വീട് വൃത്തിയായിരുന്നു. പക്ഷെ ഇങ്ങനെ അരിക് മൂല പിന്നെ ഈ അങ്ങനെയൊക്കെ നമ്മൾ വൃത്തിയാക്കില്ലേ, ഇങ്ങനെ പൊടികൾ അങ്ങനത്തെ ഒന്നും വൃത്തിയാക്കില്ല. കാരണം കുറെ കാര്യങ്ങൾ അടുക്കളയൊക്കെ ഒന്ന് മെസ്സായിട്ടാ കിടക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇപ്പൊ ബാബുക്കുട്ടി പറഞ്ഞില്ല ഉച്ചയ്ക്ക് തന്നെ തക്കാളി ചട്നി ദോശ എന്നൊക്കെ. ഞാൻ കൊറേ അവിടെയൊക്കെ വൃത്തിയൊക്കെ ഉണ്ടായിരുന്നത്. ചുമ്മാ പറഞ്ഞതാ. അല്ല, ഞാൻ അവിടെയൊക്കെ വൃത്തിയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ്. വീട് വൃത്തിയില്ലാതിരുന്ന എനിക്ക് അതിനേക്കാളും മാനസികമാവും. എനിക്ക് വീട് അത്രയും വൃത്തിയിൽ കിടക്കണം. ഇല്ല എനിക്ക് ഭയങ്കര എനിക്ക് അപ്പോഴേ. അപ്പോൾ നമ്മളെ ഷാമ്പൂന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എണ്ണയൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെയല്ലേ വന്നേ. അപ്പോൾ വാങ്ങിക്കുക രാത്രി ഒന്നും നോക്കിയില്ലല്ലോ. പിന്നെ രാവിലെ നോക്കിയത്. പിന്നെ വാങ്ങാൻ പോകാൻ ഉണ്ണിയും വാവയും ഓരോ പണിയിലായതുകൊണ്ട് പോയില്ല. അപ്പോൾ ഞങ്ങളുള്ള എണ്ണ വെച്ചിട്ട് എണ്ണ ഒഴിക്കാത്ത മീൻകറി ഉണ്ടാക്കിയിരിക്കട്ടോ. ഒരു തുള്ളി എണ്ണ ഉണ്ടായിരുന്നു, അതങ്ങ് തൂക്കി കൊടുത്തു. പിന്നെ പപ്പടവും എണ്ണ ഇല്ലല്ലോ. അപ്പോൾ ചുട്ട പപ്പടം അച്ഛന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഷാമ്പൂന് ഞാൻ ചോറെടുത്ത് വെച്ചതാണ്. ഉള്ളതും കൊണ്ട് എല്ലാം കൂടെ റെഡിയാക്കിയത് കേട്ടോ. ഇത് ഇന്നലത്തെ വെണ്ടയ്ക്ക കറിയാണ്. സുന്ദരി ഉറങ്ങി എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. മാമണ്ണുണ്ടേ? കുറേ നേരം ഉറങ്ങിയില്ലേ? ഇതൊക്കെ കഴുകാനുള്ള തുണികളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയൊക്കെ കഴുകണം. കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ വൃത്തിയാക്കി കേട്ടോ. എന്താ നോക്കണേ? എൻ്റെ വൃത്തിയാക്കൽ പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ മെസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ കഴുകി വിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അവിടെ അതുണ്ടോ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് അപ്പുറത്ത്. കഴിഞ്ഞിട്ട് ഹോം ടൂർ കാണിച്ചു തരാം. അപ്പം മമ്മി ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമ്മളിവിടെ ഓൾറെഡി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് മമ്മി ഇവിടെയൊക്കെ വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി. എന്നിട്ട് കണ്ടോ ഇവിടെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയും സെറ്റാക്കിയിട്ടുണ്ട്. ഗ്യാസ് കാര്യങ്ങൾ സിങ്ക് കാര്യങ്ങളൊക്കെ കഴുകി വിട്ടിട്ട് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം എന്തായാലും ബൈ.